Hello dears, I am Asha Louis-Paul from Ashmi Designs. Every setback is a setup for an even greater comeback. അതെ, ഈ കോട്ട് ആഷ്മി ഡിസൈൻസിന്റെ ജേണിയെ വളരെയധികം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡിഫിക്കൽട്ടീസും ചലഞ്ചസും ഒക്കെ ഫേസ് ചെയ്ത് വളരെ വലിയൊരു തിരിച്ചുവരവനായി ആഷ്മി ഡിസൈൻസ് തയ്യാറെടുക്കുകയാണ്. 2020 ഡിസംബറിലാണ് ഞാൻ എൻ്റെ സ്വപ്നമായ ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺലി ഫോർ മൈ പാഷൻ ഐ സ്റ്റാർട്ടഡ് മൈ ബിസിനസ് വിത്ത് 2 സ്റ്റാഫ്. പക്ഷെ ഞാൻ തുടങ്ങിയത് സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ചലഞ്ചസും വളരെ വലുതായിരുന്നു. എന്നാലും കുറച്ച് നല്ല ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും ഒക്കെ സപ്പോർട്ടോടു കൂടി അത്യാവശ്യം കുറച്ച് വർക്കും കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാലും വിചാരിച്ചത്ര ഒരു ഗ്രോത്ത് വരാത്തത് കൊണ്ട് ഞാൻ ഒന്ന് റീതിങ്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ബിസിനസ്സിൽ മാർക്കറ്റിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രാൻഡിങ് കമ്പനിയെ അപ്രോച്ച് ചെയ്യുകയും അവരുമായി ചേർന്ന് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഫ്രം ദ റൂറൽ ഏരിയ I took my first decision to introduce my ready to wear. പക്ഷെ എന്നിട്ടും ഞാനൊരു മോഡലല്ല, ഞാൻ അങ്ങനെ ഒരു പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയോ ഒരു ഇതൊന്നും പ്രസൻറ്റ് ചെയ്യുന്ന ഒരാളുമല്ല. പക്ഷെ ഞാൻ എന്നിട്ടും എൻ്റെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചലഞ്ചസും ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ കോണ്ടാക്റ്റിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന എൻ്റെ ബിസിനസ് വളരെ വലിയ രീതിയിൽ അറിയപ്പെടാനും അതിലൂടെ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സും എൻക്വയറീസും ഒക്കെ വരാൻ തുടങ്ങി. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റി. ആഷ്മി ഡിസൈൻസിൻ്റെ മാത്രം സ്പെഷ്യാലിറ്റി ആയ യൂണീക്ക് ഡിസൈൻസും ടൈം ഡെലിവറിയും കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും റെഗുലർ കസ്റ്റമർ ആവുകയും ഈ ഒരു ഫീൽഡിൽ ആഷ്മി ഡിസൈൻസിന് ഒരു സിഗ്നേച്ചർ പതിപ്പിക്കാനും സാധിച്ചു. ഓൺലൈൻ ബിസിനസ്സിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഫിസിക്കൽ സ്റ്റോറിലും ബ്രൈഡൽ കസ്റ്റമൈസേഷൻ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കസ്റ്റമേഴ്സിൽ കൂടുതൽ പേരും സിറ്റിയിൽ നിന്നുള്ളവരായിരുന്നതുകൊണ്ട് അവർ ഷോപ്പ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് സജഷൻസ് തരികയും ഞാനും അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ ഷോപ്പ് സിറ്റിയിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്തുകൂടാ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയും എൻ്റെ ഫാമിലിയുമായി ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ സെപ്റ്റംബറിലെ ആഷ്മിയുടെ ഓണം കളക്ഷൻസ് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ഒരുപാട് ഓർഡേഴ്സ് കിട്ടുകയും ചെയ്തു. ആ ഓണത്തോടുകൂടി എനിക്കൊരു ഫിസിക്കൽ ഇഷ്യൂ വരികയും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളേറെ ആ ഹോസ്പിറ്റൽ വാസം ഒന്ന് നീണ്ടുപോയി. 2 മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു. ഒരു റണ്ണിങ് ബിസിനസ്സിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു ലോസ് എത്രമാത്രം വലുതായിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു സമയത്ത് കസ്റ്റമേഴ്സ് തന്ന സപ്പോർട്ടും ലവും കെയറും ഒക്കെ ഇതിനെ ഓവർകം ചെയ്യാൻ എന്നെ വളരെയധികം സഹായിച്ചു. അതിൻ്റെ ഒപ്പം എൻ്റെ ഫാമിലി, എൻ്റെ ഇച്ഛ, 2 മക്കൾ, പിന്നെ മനസ്സറിഞ്ഞ് കൂടെ നിന്ന് കുറച്ച് സുഹൃത്തുക്കളും. ഇതിനെല്ലാത്തിനും ഉപരിയായി ഞാൻ ഇതിനെ ഓവർകം ചെയ്യാൻ കൂട്ടുപിടിച്ചത് ദൈവത്തിനെയാണ്. എല്ലാവരോടും മനസ്സറിഞ്ഞുള്ള നന്ദി. ഈ ഒരു സമയത്ത് തന്നെ ബുട്ടീക്ക് ഞാൻ സിറ്റിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും കേശവദാസപുരത്തിനടുത്ത് പരുത്തിപ്പാറയിൽ അതിനായി ഒരു പ്ലേസ് കണ്ടെത്തുകയും ഇന്റീരിയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. എല്ലാ വർക്ക്സും കംപ്ലീറ്റ് ആക്കിയിട്ടും എനിക്ക് വിചാരിച്ച സമയത്ത് എൻ്റെ ബൊട്ടീക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പ്രോബ്ലംസ് പിന്നെയും ഞാൻ ഫേസ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു സിറ്റുവേഷനിലും കസ്റ്റമേഴ്സ് ഓരോ സീസൺസ് വരുമ്പോഴും എന്ത് പറ്റി ആഷ്മിയുടെ കളക്ഷൻസ് കാണുന്നില്ല, നിങ്ങളുടെ വീഡിയോസ് കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ എൻക്വയറീസും അവരുടെ കെയറും സ്നേഹവും ഒക്കെ എനിക്ക് വളരെ രീതിയിൽ എന്നെ ഈ സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ എന്നെ ഒരുപാട് സഹായിച്ചു. ഇതിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആഷ്മി ഡിസൈൻസിൻ്റെ ഒരു പുതിയ ഫേസുമായാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ബ്രൈഡൽ എക്സ്ക്ലൂസീവ് കളക്ഷൻസും പ്രീമിയം പാർട്ടി വെയർ കളക്ഷൻസും ആഷ്മിയുടെ ഫിസിക്കൽ സ്റ്റോറിലാണ് ഒരുക്കിയിരിക്കുന്നത്. നേരത്തേതുപോലെ ഡെയിലി വെയേഴ്സും സെമി പാർട്ടി വെയേഴ്സും കലിസ്ത എന്നുള്ളൊരു പുതിയ പേജിലൂടെയാണ് കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാൻ പറ്റുക. ഒരുപാട് ഡിഫിക്കൽട്ടീസും ചലഞ്ചസും വന്നാലും ഹാർഡ് വർക്കിലൂടെ നമുക്ക് ഇതെല്ലാം ഫേസ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സക്സസ്സിലോട്ട് എത്താൻ പറ്റും എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടും കെയറും സ്നേഹവും ആഷ്മിക്കൊപ്പം വീണ്ടും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരോടും വളരെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആശ ലൂയിപോൾ ഫ്രം ആഷ്മി ഡിസൈൻസ്.